ശില്പ ചിത്രകലാരംഗത്ത് കൈപ്പിടിച്ചുയർത്തി ജീവിതമാർഗം നിർദ്ദേശിച്ച് അനുഗ്രഹിച്ച ആദരണീയ ഗുരുനാഥൻ ശ്രീ ഗണപതി മാസ്റ്ററുടെ 87ാം ജന്മവാർഷികം ഗുരുസ്മരണീയം 2026. ഗണപത് എന്ന ശിഷ്യസംഘടന പെരിങ്ങോട് അദ്ദേഹം താമസിച്ചിരുന്നതും അന്ത്യവിശ്രമം കൊള്ളുന്നതുമായ സ്ഥലത്തു വെച്ച് 2026 മാർച്ച് 1 ഞായറാഴ്ച അനുസ്മരണ പ്രഭാഷണം, ഗുരുസ്മരണീയം 2026, പുരസ്കാര സമർപ്പണം, ചിത്രകലാ ക്യാമ്പ്, ചിത്രപ്രദർശനം, ശില്പി ജനാർദ്ദനൻ രചിച്ച എൻ്റെ ഗുരുനാഥൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം എന്നീ പരിപാടികളോടെ നടന്നു. ദീപാർച്ചന, ഗുരുവന്ദനം തുടങ്ങിയവയ്ക്ക് ശേഷം പെരിങ്ങോട് ഹൈസ്കൂളിലെ റിട്ടയർഡ് മ്യൂസിക് ടീച്ചർ രുക്മിണി ടീച്ചറാണ് പ്രാർത്ഥന ചൊല്ലിയത്. ചടങ്ങിന് സ്വാഗതം പറഞ്ഞത് ശ്രീ ടി രാജീവ് പെരിങ്ങോട്, ഹെഡ്മാസ്റ്റർ ALPS പെരിങ്ങോടാണ്. ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പർ നിഷ ദിലീപ് ആരോഗ്യ പ്രശ്നം കാരണം എത്തുന്നില്ലെന്ന് ശിഷ്യൻ ഗണപതി മാസ്റ്റർ പ്രിയ ശിഷ്യനായിട്ടുള്ള തുളസിയാണ്. തുളസിയുടെ വീട് ഇവിടെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കുട്ടിയാരാണ് മാഷയാണ്. ഞങ്ങൾക്ക് ട്യൂഷനൊക്കെ ഇല്ല. ഗിരീശൻ്റെ എൻ്റെ ഒക്കെ നാട്ടുകാരനായിട്ടുള്ള ഞവനേങ്ങാട്ടുകാരനായിട്ടുള്ള വിപിനൻ്റെ കയ്യിലാണ്. ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് ശ്രീ PM നാരായണ നമ്പൂതിരിപ്പാടാണ്. പറയാൻ പറ്റുമോ എനിക്കറിയില്ല, എങ്കിലും കാലത്താണ് ഗണപതി മാഷ വാസുദേവനും ഞാനും പ്രായമൊപ്പമാണ് ഏകദേശം. ആ കാലത്ത് ചടങ്ങിന് ആമുഖം നൽകിയത് ശ്രീ തുളസീദാസാണ്. ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കൂടെ എവിടെയോ മാഷിരുന്നിങ്ങനെ പാട്ട് പാടി എത്തിച്ചിരിക്കും. ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തിയത് നാഗലാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ TV ആണ്. മാഷേനെ എനിക്ക് ആകെ കുറച്ച് കണ്ടിട്ടുള്ള പരിചയം 2-3 വട്ടം ഞാൻ അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ അങ്കണത്തിലെ വിവിധ ജീവികളുടെ അനുസ്മരണ പ്രഭാഷണം നടത്തിയത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ നിഷ, പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ. ഇങ്ങനെ നോക്കുമ്പോൾ പെരിങ്ങോട്ടെ ഒരു വലിയ ക്രോസ് സെക്ഷനാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് ഗണപതി മാഷ് പെരിങ്ങോട് എന്ന ഈ മഹത്തായ കേരളത്തിൽ ഇങ്ങനെ അപൂർവങ്ങളായ ചില സാംസ്കാരിക ഗ്രാമങ്ങളുണ്ട്. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടിയ മേധം HSS മണ്ണാർക്കാടിലെ K അശോകിന് ശ്രീ PM നാരായണ നമ്പൂതിരിപ്പാട് പുരസ്കാര സമർപ്പണം നടത്തി. ശ്രീ ശില്പി ജനാർദ്ദനൻ രചിച്ച എൻ്റെ ഗുരുനാഥൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ആലങ്കോട് ലീലാകൃഷ്ണൻ ശ്രീ PM വാസുദേവൻ നമ്പൂതിരിപ്പാടിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഗണപതി മാഷ് സ്ഥിരമായി താമസിച്ചിരുന്ന വീട്ടിൽ ഇപ്പോഴത്തെ സ്ഥലത്തിൻ്റെ ഉടമ വിപിൻ ചന്ദ്രന് അവിടെ വയ്ക്കാൻ ഗുരുനാഥൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം വരച്ച ചിത്രം ഗിരീശൻ ഭട്ടതിരിപ്പാട് നൽകുകയുണ്ടായി. ഞാൻ ഈ നാട്ടുകാരനല്ല, ഇവിടെ വന്നു ഇന്നലെ ചോദിച്ചു ഇവിടെ വന്നെങ്ങനെ. വേണു നാഗലാശ്ശേരി രചിച്ച ഗണപതി മാഷ് എന്ന കവിത ശ്രീമതി രുക്മിണി ടീച്ചർ ആലപിക്കുകയുണ്ടായി. 2-3 രാഗത്തിലായിട്ടാണ് ചെല്ലണേ. മറ്റേ വലിയ രാഗങ്ങൾ അങ്ങനെ എടുത്ത് ചെല്ലാൻ പറ്റില്ലല്ലോ. കുറച്ചിങ്ങനെ ശാന്തമായിട്ട് സോഫ്റ്റായിട്ടുള്ള അങ്ങനെയുള്ള രാഗങ്ങൾ, ആനന്ദഭൈരവി, അവസാനം നമ്മൾ സമാപിക്കണതായതുകൊണ്ട് അതിന് ഒരു മധ്യമാധി രാഗം കൂടി 2 കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയായിട്ടാണ് ഞാൻ ചെല്ലണേ. സ്മരണകൾ പുണരും ഒരായിരം മടങ്ങായി വർണ്ണരാജീരൻ സമുദമാഘോഷിക്കാൻ വർണ്ണവിസ്മയമെന്നും വർണ്ണാഭമാക്കി തന്ന വർണ്ണങ്ങളായി തന്നെ മാരിവിൻ മായാജാലം ചിത്രങ്ങൾ വിചിത്രമായി
ഉയിരുറ്റ ഭാവങ്ങളായി കേവലം വാക്കായി മാറും വർണ്ണനയെല്ലാം തന്നെ ജീവിതമാസ്വാദനം കലയായി മാറും നേരം അനുഗ്രഹാശിശുകൾ വർഷിച്ച കാലം ഞങ്ങൾക്കനുഭൂതിയായി തന്നെ ഗുരുപൂജ ചെയ്തിടട്ടെ അനുഗ്രഹാശിശുകൾ വർഷിച്ച കാലം ഞങ്ങൾക്കനുഭൂതിയായി തന്നെ ഗുരുപൂജ ചെയ്തിടട്ടെ മതി വരുമാനം കൃത്തുകൾ തുടിക്കുമ്പോ സ്മരണിക സമർപ്പണം ധന്യമായി തീർത്തോരീശൻ മതി വരുമാനം കൃത്തുകൾ തുടിക്കുമ്പോ സ്മരണിക സമർപ്പണമോ ധന്യമായി തീർത്തോരീശൻ ധന്യമായി തീർത്തോരീശൻ. ശ്രീ ശില്പി ജനാർദ്ദനൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. തുടർന്ന് ചിത്രകലാ ക്യാമ്പ് ആരംഭിച്ചു.